ഇതൊരു മന്ത്രിക്ക് ചേർന്ന പ്രവൃത്തിയാണോ എന്ന് ഒന്നുകൂടി അങ്ങ് ചിന്തിച്ച് നോക്കണം. അതായത് ഇവിടെ ഒരു നേരത്തെ വിശപ്പിന് വഴിയില്ലാത്ത ഒരുപാട് പത്നിപാവങ്ങളുണ്ട്. ഒരുപാട് അമ്മമാരും ഒക്കെ വൃദ്ധസദനത്തിലും ഒക്കെ കഴിയുന്നവരുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയല്ലേ ആദ്യം തീർക്കേണ്ടത്. ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മുടെ ഗവൺമെൻറ്റോ നമ്മൾ ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ആ കുട്ടിയെ കണ്ടാൽ അറിയാം അധികം പക്വത എത്താത്ത. ആദ്യം 17 വയസ്സായെന്ന് പറയുന്നു, ഇപ്പോൾ 18 വയസ്സായെന്ന് പറയുന്നു. ഇത് തന്നെയായാലും ഒരു പക്വതയോ ലോകപരിചയമോ ഒരു എക്സ്പീരിയൻസോ ഒന്നുമില്ല. തൻ്റെ ഇത്രയും നാൾ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനെയും അമ്മയും ഒക്കെ നിഷ്കരണം തള്ളിക്കൊണ്ട് വളരെ കുറച്ചു ദിവസത്തെ പരിചയം, അതായത് ഫേസ്ബുക്ക് ഫ്രണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും അറിയാതെയാണ് ഇപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് എല്ലാം നല്ലതായി വരട്ടെ. എന്തായാലും വിവാഹം കഴിഞ്ഞു, എന്തായാലും നല്ലതായി വരട്ടെ. പക്ഷെ നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. നമ്മൾ ആരും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി നന്മയുടെ പാതയിലേക്ക്, അല്ലെങ്കിൽ തൻ്റെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനെയും അമ്മയുടെയും അടുത്ത് എത്തിക്കേണ്ട ഒരു മന്ത്രിയാണ് അതിനെ സപ്പോർട്ട് ചെയ്തു നിൽക്കുന്നത്. അദ്ദേഹം ചെയ്യേണ്ടത് ഇതായിരുന്നു. ആ കുട്ടിയെ പറഞ്ഞു തിരുത്തി അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ഇത്രയും നാൾ വളർത്തിക്കൊണ്ടുവന്ന ആ അച്ഛനെയും അമ്മയും ധിക്കരിച്ച് വന്ന കുട്ടിയാണ്. അപ്പോൾ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തി അച്ഛനോടൊപ്പം പറഞ്ഞയക്കുകയായിരുന്നു ഒരു മര്യാദ. അത് അദ്ദേഹം കാണിച്ചില്ല. എന്തു തന്നെയായാലും ഇതിനെ നമ്മൾ ആരും, കേരളത്തിലുള്ള ആരും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ലവ് ജിഹാദോ അങ്ങനെ ഒന്നുമല്ല. ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കും മക്കളുണ്ട്. അപ്പം നമ്മുടെ മക്കളാണ് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഒന്നും അറിയാത്ത ഒരാളോട് പോകുമ്പോൾ ആ കുട്ടിയുടെ ഭാവി, അദ്ദേഹത്തിൻ്റെ ഒരു മകൾക്കോ ചെറുമകൾക്കോ ഒക്കെ ഈ ഒരു അവസ്ഥയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇത് ചെയ്തു കൊടുക്കാൻ മുന്നോട്ട് വരില്ല. 100% സത്യമാണ്. അപ്പോൾ നമ്മളെല്ലാം ആലോചിച്ചതിന് ശേഷം, ഒന്നാമത് ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ഇതിൽ മുൻകൈയെടുത്ത് സപ്പോർട്ട് ചെയ്ത് മുൻനിരയിൽ നിന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു. ഇത് തന്നെയായാലും ആ കുട്ടിക്ക് നന്നായി വരട്ടെ, കുട്ടി നന്നായി വരട്ടെ. എന്തായാലും വിവാഹം കഴിഞ്ഞു. അപ്പോൾ നമ്മളെപ്പോലുള്ള കുട്ടികൾ പ്രായത്തിൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട്, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും വളർത്തിക്കൊണ്ടുവന്ന അച്ഛനും അമ്മയാണ്, അവരെയൊക്കെ നിഷ്കരണം വേണ്ട എന്ന് വെച്ച് പോകുന്നതാണ്. നിങ്ങൾക്ക് ലൈഫ് എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് നല്ല രീതിയിൽ ചിന്തിച്ച് ഒരിക്കലും നമ്മൾ ട്രാപ്പിൽ പെട്ടു പോകരുത്. നമ്മുടെ പെൺമക്കൾ ഒരിക്കലും ട്രാപ്പിൽ പെട്ടു പോകരുത്. അപ്പോൾ ഇത് കാണുന്ന ഓരോ പെൺകുട്ടികൾക്കും ഒരു മന്ത്രി സപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ കുട്ടികളൊന്ന് ചിന്തിക്കുമായിരിക്കും, ഞങ്ങൾ ഇതൊക്കെ ചെയ്താൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും ഇതുപോലെയുള്ള മന്ത്രിയും കേരള സമൂഹവും ഒക്കെ കാണും. അപ്പോൾ അവർക്ക് ഒരു ധൈര്യം കൂടുകയാണ് ചെയ്യുന്നത്. ഇത് നൽകുന്ന സന്ദേശം മറ്റൊന്നുമല്ല. നമ്മുടെ പാരൻസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വിവാഹം കഴിച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കേരള സമൂഹവും മന്ത്രിയും ഒക്കെ കാണും എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും ഇപ്പോൾ ഇതുപോലെയുള്ള ഓരോ പെൺകുട്ടികൾക്ക്. അതിനെ നമ്മളായി വഴിവെച്ച് കൊടുക്കരുത്. താങ്ക് യു.